എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. LBSൻ്റെ നോട്ടിഫിക്കേഷൻ ഇൻഡെക്സ് മാർക്ക് എല്ലാവരും നോക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. വെബ്സൈറ്റിൽ അത് ലഭിക്കുന്നതായിരിക്കും. ജൂലൈ 12-ന് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുമെന്നും ജൂലൈ 15-ന് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു LBSൽ നിന്ന് വിവരം ലഭിച്ചിരുന്നത്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ കറക്ഷൻ ഉള്ളതിനാൽ അവർക്ക് കറക്ഷൻ ടൈം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. കൂടാതെ റീവാലുവേഷൻ ചെയ്ത കുട്ടികളുടെ ഡേറ്റ കൺഫർമേഷനും എല്ലാത്തിനുമായി LBS സമയം നീട്ടിയിരുന്നു. ഇപ്പോൾ ഇൻഡെക്സ് മാർക്കാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വെബ്സൈറ്റിൽ കയറിയാൽ എല്ലാ സ്റ്റുഡൻസിനും അവരുടേതായ ഇൻഡെക്സ് മാർക്കുകൾ ഓരോന്നിനും ഓരോ കോഴ്സുകൾക്കായിട്ടും കാണിക്കുന്നതാണ്. ഇനി എത്ര അലോട്ട്മെൻറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 അലോട്ട്മെൻറ്റുകളാണ് ഉള്ളത് മുഴുവനായിട്ട്. പക്ഷേ എങ്കിലും വേറെ കേരളത്തിന് പുറത്ത് ഒരു കോളേജ് നോക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ ടോക്കൺ ഫീസ് റീഫണ്ടബിളുമാണ്. നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷത്തെ 2024 ഇൻഡെക്സ് മാർക്ക് നിങ്ങളുടെ വെച്ചും കോളേജുകളും വെച്ചും നോക്കി ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന്. കാരണം NRI അഡ്മിഷനും അല്ലാതെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്, ഏജൻസികൾ വഴി. അപ്പോൾ അതിനനുസരിച്ച് സീറ്റുകൾ ഫില്ലാവും. സ്റ്റേറ്റ് മെറിറ്റ് അനുസരിച്ചായിരിക്കും മാർക്ക് എന്തായാലും സ്റ്റുഡൻസിന് ലഭിക്കുക. കൂടാതെ കാറ്റഗറി വൈസും ആയിരിക്കും. 3 അലോട്ട്മെൻറ്റിൽ കൂടുതൽ അലോട്ട്മെൻറ്റ് സീറ്റിന് ഫില്ലായില്ലെങ്കിലായിരിക്കും നടക്കുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റിനും കാണും. SC സ്പോട്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതേപോലെ ഈ വർഷം സീറ്റ് ഫില്ലായെങ്കിൽ തീർച്ചയായും കാണും. SC ST കാറ്റഗറി, ഫിഷർമാൻ കാറ്റഗറിക്ക് 1000 രൂപയായിരിക്കും ടോക്കൺ ഫീസ് വരുന്നത്. ജനറൽ OBC EWSന് 25,000, ഫസ്റ്റ് ഇയർ ഫീസ് 1,00,000 കൂടി ആയിരിക്കും ജനറൽ OBC വിഭാഗക്കാർക്കുള്ളത്. SC STക്ക് 1000 രൂപ മാത്രമേ സ്കോളർഷിപ്പിൽ ബാക്കിയായിരിക്കും ഫസ്റ്റ് ഇയർ അടയ്ക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് വെച്ച് നോക്കേണ്ടതാണ്. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ സീറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാകുമെങ്കിൽ NRIക്ക് പ്രത്യേകം സീറ്റ് അലോട്ട്മെൻറ്റും വരും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അത്രയും കാത്തിരുന്ന് ഓരോ മാസവും വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് ഇരിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുമാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോളേജുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കോളേജുകളെല്ലാം ആഡ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ മാത്രമേ സാധിക്കുകയുള്ളൂ. കോളേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ. തേർഡ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ആയിരിക്കും. സ്റ്റുഡൻസ് ഫില്ലാവുന്നതിനനുസരിച്ചായിരിക്കും തേർഡ് നടക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടെന്നും ഏത് കോഴ്സിനാണ് കൊടുത്തിരിക്കുന്നതും എന്നും കമൻറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ നഴ്സിങ്ങിനോ പാരാമെഡിക്കലിനോ ഒരുമിച്ച് കൊടുക്കാവുന്നതുമാണ്. നിങ്ങളുടെ കോട്ട മാനേജ്മെൻറ്റ് ഏതാ കൊടുത്തിരിക്കുന്നതും എന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കുക. കഴിഞ്ഞ വർഷം 100 മാർക്ക് ടോട്ടൽ മൊത്തവും മാർക്കുള്ള കുട്ടികൾ സ്റ്റേറ്റ് പിള്ളേർക്കായിരുന്നു സീറ്റുകൾ ലഭിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ NRI ഡൊണേഷൻ കൊടുത്തും കുറേ സീറ്റുകൾ അങ്ങനെയും മാനേജ്മെൻറ്റും എല്ലാം കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം സീറ്റുകൾ ഫില്ലാവാൻ സാധ്യതയുണ്ട് പെട്ടെന്ന്. സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് 3 അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും. അത് വെബ്സൈറ്റിൽ കൊടുക്കുന്നതുമായിരിക്കും. പിന്നെ ബാക്കിയുള്ള വീഡിയോകൾ ഈ ചാനൽ ഓരോ ആഴ്ചയും ഓരോ ദിവസവും LBSൻ്റെ വെബ്സൈറ്റിൽ നടക്കുന്നത് അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ടുകളെല്ലാം അടുത്ത വീഡിയോ ഇടുന്നതിന് മുന്നേ ആയിട്ടും എല്ലാ സംശയങ്ങളും തീർക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ പ്രാവശ്യം വന്ന LBSൻ്റെ വെബ്സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ. ഇനി തുടർന്നുള്ളതാണ് LBSൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇൻഡെക്സ് മാർക്ക് വന്നു കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് അടുത്ത ഡേറ്റിൽ ഓരോന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ചിലപ്പോൾ താമസിക്കുകയും ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾ നഴ്സിങ്ങിൻ്റെ സീറ്റുകൾ പെട്ടെന്ന് പേരൻസുമായിട്ട് ചിന്തിച്ച് സീറ്റുകൾ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.